Hey guys, it's me Ashwati and welcome back to our channel MENTORTALES. So നമ്മൾ ഇന്ന് 4th സെമ്മിൻ്റെ അപ്രീസിയേറ്റിംഗ് ഫിക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നാളെയാണ് അപ്രീസിയേറ്റിംഗ് ഫിക്ഷൻ എക്സാമ്പിൾ. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഒന്ന് നോക്കുക. അപ്പോൾ ഇത് April 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സെക്ഷൻ എ, ദാറ്റ് ഇസ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോവല്ല, ഗീവ് എക്സാമ്പിൾസ്. ഓക്കെ, വാട്ട് ഈസ് നോവല്ല ആൻഡ് ഗീവ് എക്സാമ്പിൾസ്. സോ നോവല്ല എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറീൻ്റെയും അതുമാതിരി നോവലിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഫിക്ഷണൽ നരേറ്റീവാണ് നോവല്ല എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫിക്ഷണൽ നരേറ്റീവ് ദാറ്റ് ഈസ് ബിറ്റ്വീൻ എ ഷോർട്ട് സ്റ്റോറി ആൻഡ് എ നോവൽ, അതാണ് നോവല്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ അതിന് ബൊക്കാച്ചിയോൻ്റെ ഡെക്കാമെറോൺ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ദ അവേക്കനിങ് ബൈ കേറ്റ് ചോപ്പിൻ അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, ഇതൊക്കെ നോവലിലേക്ക് എക്സാമ്പിൾസ് ആണ്. സോ വാട്ട് ഈസ് നോവല്ല എന്ന് ചോദിച്ചാൽ ദ ഫിക്ഷണൽ നരേറ്റീവ് ബിറ്റ്വീൻ ഷോർട്ട് സ്റ്റോറി ആൻഡ് എ നോവൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻ ആൻറ്റി ഹീറോ. ഓക്കെ, ആൻറ്റി ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സോ ആൻറ്റി ഹീറോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ആയിരിക്കും, പക്ഷേ നോർമലായിട്ടുണ്ടാകുന്ന ഹീറോയിക് ക്വാളിറ്റീസ്, അതായത് ഐഡിയലിസം, കറേജ്, മോറാലിറ്റി, അതൊന്നും ഉണ്ടായിരിക്കില്ല. സോ ദ മെയിൻ ക്യാരക്ടർ ഇൻ എ സ്റ്റോറി ബട്ട് ഹു ലാക്ക് ദ നോർമൽ ഹീറോയിക് ക്വാളിറ്റീസ്. ഓക്കെ, സോ ആൻറ്റി ഹീറോസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് മോറലി കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് പെർഫോം ചെയ്യുമെങ്കിലും അത് റൈറ്റ് റീസൺസിന് വേണ്ടി ആയിരിക്കില്ല. അത് മേ ബി ഔട്ട് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള എത്തിക്കൽ കോഡ്സൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ പ്രവർത്തിക്കുക. സോ ഷോർട്ടായിട്ട് പറഞ്ഞാൽ വാട്ട് ഈസ് ആൻ ആൻറ്റി ഹീറോ എന്ന് ചോദിച്ചാൽ ആൻറ്റി ഹീറോ ഇസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് എ സ്റ്റോറി ഹു ലാക്സ് ദ നോർമൽ ഹീറോയിക് ക്വാളിറ്റീസ് ലൈക്ക് ഐഡിയലിസം, കറേജ് ആൻഡ് മൊറാലിറ്റി. അതാണ് ആൻറ്റി ഹീറോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽസ് ആണ്. ഓക്കെ, മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽസ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാം. സോ ഈ മോണോലോജിക് ഡയലോജിക് എന്നുള്ള ഈ ഒരു സംഭവം കൊണ്ടുവന്നത് ഭക്തിനാണ്. ഓക്കെ, BAKHTIN, ഭക്തിനാണ് എന്ത് ചെയ്തത്? ഭക്തിൻ ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽസ്. സോ മോണോലോജിക് നോവൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോണോ പറഞ്ഞാൽ 1 ആണ്. സോ ഒരു കൺട്രോളിങ് വോയിസ് ഉണ്ടായിരിക്കുള്ളൂ. ഓൾദോ അതിൽ ഡയലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിലും കൺട്രോളിങ് ആയിട്ട് ഒറ്റ വോയിസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഡയലോജിക് നോവൽസിൽ എന്താണ്? ഡിഫറെൻറ്റ് വോയിസസ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് വോയിസസ് ഡയലോജിക് നോവൽസിൽ ഉണ്ടായിരിക്കും. സോ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മോണോലോജിക് ആൻഡ് ഡയലോജിക് പറഞ്ഞാൽ എന്താ എഴുതുക? ഫസ്റ്റ് എഴുതുക, ഇറ്റ് വാസ് ഭക്തിൻ ഹു ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽസ്. പിന്നെ മോണോലോജിക് നോവൽസിൽ ദ ഡോമിനേഷൻ ഇസ് ബൈ എ സിംഗിൾ കൺട്രോളിങ് വോയിസ്. പക്ഷേ ഡയലോജിക്കിൽ എന്താണ്? ഡിഫറെൻറ്റ് കോൺഫ്ലിക്റ്റിംഗ് വോയിസസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് മോണോലോജിക് ആൻഡ് ഡയലോജിക് നോവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട് വാസ് റിട്ടൺ ഓൺ ദ ടാഗ് അപ്പോൺ ദ കാറ്റ്കസ് പ്ലാന്റ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? കാറ്റ്കസ് പ്ലാന്റിൻ്റെ ടാഗിൽ എന്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആൻഡ് എന്താണ് അതിൻ്റെ അർത്ഥം? ഓക്കെ, സോ കാറ്റ്കസ് പ്ലാന്റിൻ്റെ ടാഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് വെൻഡോ മർമേ എന്നാണ്. വെൻഡോ മർമേ. സോ വെൻഡോ മർമേ എന്ന് പറഞ്ഞാൽ സ്പാനിഷിലുള്ള കാറ്റ്കസിൻ്റെ ബൊട്ടാണിക്കൽ നെയിമാണ്. ഓക്കെ, ദ ബൊട്ടാണിക്കൽ നെയിം ഫോർ കാറ്റ്കസ് ഇൻ സ്പാനിഷാണ് വെൻഡോ മർമേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഇംഗ്ലീഷിൽ ഈ വെൻഡോ മർമേൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ കം ആൻഡ് ടേക്ക് മീ എന്നാണ്. ഓക്കെ, കം ആൻഡ് ടേക്ക് മീ. ഓക്കെ, സോ ഇതെന്താണ്? ട്രിസ്ഡേയിൽ പ്രപ്പോസ് ചെയ്ത ആ ഗേള് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ, ഒരു ലവിങ് ആയിട്ടുള്ള മെസ്സേജാണ് ശരിക്കും. പക്ഷേ ട്രിസ്ഡേലിന് സ്പാനിഷ് അറിയില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു റൊമാൻറ്റിക് മെസ്സേജ് മനസ്സിലാക്കാൻ ട്രിസ്ഡേലിന് പറ്റിയിട്ടില്ല. ഓക്കെ, സോ വാട്ട് വാസ് റിട്ടൺ ഓൺ ദ ടാഗ് അപ്പോൺ ദ കാറ്റ്കസ് പ്ലാന്റ്, വാട്ട് ഡസ് ഇറ്റ് മീൻ എന്ന് ചോദിച്ചാൽ വെൻഡോ മർമേ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ബൊട്ടാണിക്കൽ നെയിം ഫോർ കാറ്റ്കസ് ഇൻ സ്പാനിഷ്. ഇൻ ഇംഗ്ലീഷ് അതിൻ്റെ അർത്ഥം കം ആൻഡ് ടേക്ക് മീ എന്നാണ്. അപ്പോൾ ഇത് ഈ ഗേള്, ട്രിസ്ഡേയിൽ പ്രപ്പോസ് ചെയ്ത ഗേള് തിരിച്ചു കൊടുക്കുന്ന ലവിങ് മെസ്സേജാണ്. പക്ഷേ ട്രിസ്ഡേലിന് സ്പാനിഷ് അറിയാത്തതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സോ അതാണ് കാറ്റ്കസ് പ്ലാന്റിൽ എഴുതിയിരുന്നത്, വെൻഡോ മർമേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why was the narrator surprised when Teresa asked him to write the second letter? തെരേസ സെക്കൻഡ് ലെറ്റർ എഴുതാൻ പറഞ്ഞപ്പോൾ നരേറ്റർ സർപ്രൈസ്ഡ് ആവാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഫസ്റ്റ് തെരേസ പറഞ്ഞു യങ് ലവറിന് ഒരു ലെറ്റർ എഴുതണം എന്ന് പറഞ്ഞു. സെക്കൻഡ് പറയുന്നത് എന്തല്ല, യങ് ലവർ റിപ്ലൈ തരുന്ന ലെറ്റർ എഴുതാൻ പറയുകയാണ്. അപ്പോഴാണ് ഇയാൾ സർപ്രൈസ്ഡ് ആവുന്നത്. ബിക്കോസ് തെരേസ ആസ്ക്ഡ് ഹിം ടു റൈറ്റ് ദ സെക്കൻഡ് ലെറ്റർ
ആസ് ഇഫ് ഹെർ യങ് ലവർ വാസ് റൈറ്റിംഗ് എ റിപ്ലൈ ടു ഹെർ. ഓക്കെ, സോ അങ്ങനെ ഒരു ബോൾസ് എന്ന് പറയുന്ന ഒരാളില്ലാന്നും ഈ തെരേസൻ്റെ ഇമാജിനേഷനിലുള്ള ഒരാളാണെന്നും ഇയാൾക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ സർപ്രൈസ്ഡ് ആവുന്നത്. സോ തെരേസ ഫസ്റ്റ് പോയിട്ട് തനിക്ക് തൻ്റെ ലവറിനൊരു ലെറ്റർ എഴുതണം വേണ്ടി ആളും കൊണ്ട് എഴുതിപ്പിക്കും. സെക്കൻഡ് പറയണത് ആ എഴുതിയ ലെറ്ററിന് റിപ്ലൈ എഴുതാനാണ് പറയണത്. ഓക്കെ, സോ അവിടെയാണ് നരേറ്റർ സർപ്രൈസ്ഡ് ആവുന്നത്. So he was surprised because Teresa asked him to write the second letter as if her young lover was writing a reply to her letter. ഓക്കെ, സോ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവണം അവിടെ ബോൾസ് എന്ന് പറയുന്ന ഒരു ലവർ ഇല്ല, അത് ഇവളുടെ ഇമാജിനേഷനിൽ മാത്രമുള്ള ഒരാളാണെന്നുള്ളത് മനസ്സിലാവണം. ആൻഡ് ദാറ്റ്സ് വൈ ഹി വാസ് സർപ്രൈസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഗേവ് എവലിൻ ദ പാൽപിറ്റേഷൻസ്? ഓക്കെ, വാട്ട് ഗേവ് എവലിൻ ദ പാൽപിറ്റേഷൻ? എവലിന് പാൽപിറ്റേഷൻസ് കൊടുത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ എവലിൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചത് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ എവലിൻ എന്ന് പറയുമ്പോൾ 19 വയസ്സിൻ്റെ മേലെ പ്രായം ഉണ്ടെങ്കിലും അവളുടെ അച്ഛൻ്റെ ക്രൂരതയ്ക്ക് മുന്നിൽ അതിൻ്റെ ഒരു ഇരയാവുമെന്ന് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അവളുടെ അച്ഛൻ കുടിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഭയങ്കര വയലൻ്റ് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ചിന്തയാണ് എവലിന് പാൽപിറ്റേഷൻസ് കൊടുക്കുന്നത്, ദാറ്റ് ഇസ് ഹാർട്ട് റേറ്റ് കൂട്ടിയത്. Okay, so Evelyn was over 19, but even then she felt herself in danger of her father's violence. Her father used to drink, which made him behave violently at times, and it was this thought that gave Evelyn the palpitations. Okay, അപ്പോൾ അതുകൊണ്ടാണ് എവലിന് ഹൃദയം ഹാർട്ട് ബീറ്റ് പെട്ടെന്ന് കൂടിയത്, പാൽപിറ്റേഷൻസ് വന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how many years does the hunters travel back? ഹണ്ടേഴ്സ് എത്ര വർഷമാണ് പുറകോട്ട് പോയത് എന്നാണ് ചോദിക്കുന്നത്. എത്ര വർഷമാണ് പോയത്? 60,2055 years back in time. ഓക്കെ, സോ 60,2055 years back in time ആണ് ഈ ഹണ്ടേഴ്സ് പോയത്. ഓക്കെ, 60,2055 years back in time. ഓക്കെ, അപ്പോൾ എത്ര വർഷമാണ് ഹണ്ടേഴ്സ് ട്രാവൽ ബാക്ക് എന്ന് ചോദിച്ചാൽ ദേ ട്രാവൽഡ് ബാക്ക് 60,2055 years back in time. ഓക്കെ, next question, what were the items inside the biscuit tin? Okay, biscuit ടിന്നിൻ്റെ അകത്തുണ്ടായിരുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? വാട്ട് were the items inside the biscuit tin? എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒരു തിൻ സിൽവറി നെക്ലസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കുറച്ച് ബേബി ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നെല്ലിൻ്റെ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നെല്ലി ഈ എലൈന് എഴുതുന്ന ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ബിസ്ക്കറ്റ് ടിന്നിൻ്റെ അകത്തുണ്ടായിരുന്നത്. സോ വാട്ട് വർ ദ ഐറ്റംസ് ഇൻ ദ ബിസ്ക്കറ്റ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഒരു തിൻ സിൽവർ നെക്ലസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ബേബി ഫോട്ടോസ് ഉണ്ടായിരുന്നു, പിന്നെ നെല്ലിൻ്റെ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നെല്ലി മകളായിട്ടുള്ള എലൈന് എഴുതുന്ന ലെറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ബിസ്ക്കറ്റ് ടിന്നിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ലിeutenant's fiancé ആസ്ക്ഡ് ഹിം അബൌട്ട് ദ വാർ ആൻഡ് വാട്ട് വാസ് ഹിസ് റിപ്ലൈ? സോ ലിeutenantൻ്റെ ഫിയാൻസി വാറിനെ പറ്റിയിട്ട് എന്താണ് ചോദിച്ചത്, അതിൻ്റെ റിപ്ലൈ എന്തായിരുന്നു? എന്താ ചോദിച്ചത്? ഓക്കെ, സോ അവൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ വാർ ഹാഡ് ബീൻ ബാഡ്, വാർ ഒരു പ്രശ്നമായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഇറ്റ് വാസ് ഓൾ റൈറ്റ്, പക്ഷെ അവൻ്റെ കുറേ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ മരിക്കരുതായിരുന്നു എന്ന് അവന് തോന്നിയെന്ന് പറഞ്ഞു. സോ ഷീ ആസ്ക്ഡ് ഹിം ഇഫ് ദ വാർ ഹാഡ് ബീൻ ബാഡ്. He said that it was all right, but he wished so many of his men hadn't been killed. ഈ വാർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നോ ചോദിച്ചു. അപ്പോൾ കുഴപ്പമില്ല, ഓൾ റൈറ്റ് ആയിരുന്നു, പക്ഷേ അവൻ്റെ കൂടെയുള്ള കുറേ പേര് മരിച്ചു, അത് മരിക്കരുതായിരുന്നു എന്ന് അവന് തോന്നിപ്പോയി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിഷ് ഡിഡ് ജാക്സ് മോം കൺവേ ടു ഹിം ഫ്രം ഹെർ ഡെത്ത് ബെഡ്? ഓക്കെ, സോ ജാക്കിൻ്റെ അമ്മ ഡെത്ത് ബെഡ് മരിക്കാൻ കിടക്കുന്ന ടൈമിൽ എന്താണ് അവനോട് പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. എന്താ പറഞ്ഞത്? അവനോട് പറഞ്ഞു എല്ലാ ക്വിൻമിങ്ങിലും എവ്രി ഇയർ ക്വിൻമിങ്ങിൽ ജാക്ക് ഈ ഷൂ ബോക്സ് പുറത്തേക്ക് എടുക്കണം. ഷൂ ബോക്സിൻ്റെ ഉള്ളിലാണ് പേപ്പർ ആനിമൽസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഹി ഷുഡ് തിങ്ക് ഓഫ് ഹെർ, ഈ അമ്മേനെ പറ്റിയിട്ട് ആലോചിക്കണം എന്നാണ് അമ്മയുടെ ഡെത്ത് വിഷായിട്ട് പറഞ്ഞത്. സോ വാട്ട് വിഷ് ഡിഡ് ജാക്സ് മോം കൺവേ ടു ഹിം ഫ്രം ഹെർ ഡെത്ത് ബെഡ് എന്ന് ചോദിച്ചാൽ her wish was that every year at Qingming, Jack should take out the shoe box in which the paper animals were kept and he should think about her. Okay, അതായിരുന്നു അമ്മയുടെ വിഷ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why was the manor farm renamed? മാനർ ഫാം എന്തിനാണ് റീനെയിം ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് മാനർ ഫാം റീനെയിം ചെയ്തത്? എന്തിനാണെന്ന് വെച്ചാൽ ഒരു മാനർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് കൺട്രി ഹൗസ് വിത്ത് ലാൻഡ്സ് എന്നാണ്. ഓക്കെ, പക്ഷേ ആ നെയിം മാറ്റിയിട്ട് ആനിമൽ ഫാം എന്നാക്കുകയാണ്.
കാരണം എന്താണ്, ഈ വീടുകളിൽ താമസിക്കുന്നവരോട് എതിർപ്പാണ് ഈ അനിമൽസിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് കൺട്രി ഹൗസ് വിത്ത് ലാൻഡ് എന്നുള്ള ആ ഒരു പേര് വേണ്ട, എന്നിട്ട് അനിമൽ ഫാം എന്നാക്കുകയാണ്. ഓക്കെ, സോ മാനർ ഫാം എന്ന് പറയുമ്പോൾ ഒരാൾ ഓൺ ചെയ്യുന്ന സംഭവമാണ്. പക്ഷെ ഇപ്പോൾ അനിമൽ ഫാം ഓൺ ചെയ്യണത് അനിമൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അനിമൽ ഫാം എന്ന് മതി എന്ന് അവർ തീരുമാനിക്കുകയാണ്. ബിക്കോസ് ഓൾ ആർ സപ്പോസ് ടു ബി ഈക്വൽ. ഓക്കെ, so manor farm was renamed because a manor means a large country house with lands. The rebel want the name to be changed to animal farm because they were against people living in houses. People living in houses നെ എതിരായിരുന്നു അവർ. ഓക്കെ, മാത്രമല്ല മാനർ ഫാം എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് മീൻ എ ഫാം ഓൺഡ് ബൈ സമ്മൺ. പക്ഷേ അനിമൽ ഫാമിൽ അങ്ങനെ ഒരു ഓണറൊന്നുമില്ല. ഓൾ ആർ സപ്പോസ് ടു ബി ഈക്വൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മാനർ ഫാം റീനെയിം ചെയ്തിട്ട് അനിമൽ ഫാം എന്നുള്ളൊരു പേര് ആക്കണത്. ഓക്കെ, ബിക്കോസ് ഇൻ അനിമൽ ഫാം ഓൾ ആർ സപ്പോസ് ടു ബി ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വർ സൺഡേ മീറ്റിംഗ്സ് സ്റ്റോപ്പ്ഡ്? ഓക്കെ, സൺഡേ മീറ്റിംഗ്സ് എന്തിനാണ് സ്റ്റോപ്പ് ചെയ്തത്? എന്തുകൊണ്ടാണ് സൺഡേ മീറ്റിംഗ് നിർത്തലാക്കിയത് എന്നാണ് ചോദിക്കണത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദർ വുഡ് ബി വർക്ക് ഓൺ സൺഡേ ആഫ്റ്റർനൂൺസ് ഓൾസോ. Okay, and this work was strictly voluntary, but any animal who absented himself from it would have his rations reduced by half. Okay, so സൺഡേ മീറ്റിംഗ്സ് നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ സൺഡേ ആഫ്റ്റർനൂൺസിലും വർക്ക് ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പോൾ ഈ വർക്ക് എന്ന് പറയുമ്പോൾ വോളണ്ടറി ആയിരുന്നു. പക്ഷേ ആരെങ്കിലും അതൊന്ന് ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അയാളുടെ റേഷൻ പകുതിയായിട്ട് കുറയ്ക്കും. അപ്പോൾ അതാണ് കണ്ടീഷൻ. So Sunday meetings were stopped because there would be work on Sunday afternoons also. Okay, and this work was strictly voluntary. And if anyone or any animal who absented himself from it would have his rations reduced to half ration കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് സൺഡേ മീറ്റിംഗ്സ് സ്റ്റോപ്പ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ബി ഡിസ്ക്രൈബ് ദ ക്രൂ ഓഫ് പെക്വേർഡ്? പെക്വേർഡിൻ്റെ ക്രൂവിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നാണ് ചോദിക്കണേ. എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് പറയാം, ക്രൂ ഓഫ് പെക്വേർഡ് എന്ന് പറയുമ്പോൾ റേഷ്യലി ഡിഫറെൻ്റ് ആയിരുന്നു. ഓക്കെ, അവർ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് നിന്നാണ് വരുന്നത്. മാത്രമല്ല അവർക്ക് ഡിഫറെൻറ്റ് റിലീജിയസ് ഫെയ്ത്താണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഹൗ ക്യാൻ വി ഡിസ്ക്രൈബ് ദ ക്രൂ ഓഫ് പെക്വേർഡ്? ദ ക്രൂ ഓഫ് പെക്വേർഡ് were racially different. Okay, they came from different parts of the world and they profess or they are having belief in different religions. Different religions ആയിരുന്നു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് എന്നാണ് വരുന്നത്. റേഷ്യലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമുക്ക് ക്രൂ ഓഫ് പെക്വേർഡിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് മിനിമസ്? മിനിമസ് ആരാണ്? നെപ്പോളിയൻ്റെ പിഗ് പോയറ്റാണ് മിനിമസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിമസ് സ്പെഷ്യലൈസ് ചെയ്തിരുന്നത് റൈറ്റിംഗ് പോയംസ് പ്രേസിങ് ദ അബിലിറ്റീസ് ആൻഡ് വെർച്യൂസ് ഓഫ് നെപ്പോളിയൻ്റെ കഴിവും ഗുണങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രേസ് ചെയ്തും കൊണ്ട് എഴുതുന്ന പോയട്രിയിലാണ് ഈ മിനിമസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. സോ ഹു വാസ് മിനിമസ്? മിനിമസ് വാസ് നെപ്പോളിയൻസ് പിഗ് പോയറ്റ് ആണ്. ആൻഡ് ഹി സ്പെഷ്യലൈസ്ഡ് ഇൻ റൈറ്റിംഗ് പോയംസ് പ്രേസിങ് ദ അബിലിറ്റീസ് ഓഫ് നെപ്പോളിയൻ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഫിലിം മൊബി ഡിക്ക് ഓപ്പൺ? ഓക്കെ, ഹൗ ഡസ് ദ ഫിലിം മൊബി ഡിക്ക് ഓപ്പൺ? ഓക്കെ, സോ ഫിലിം മൊബി ഡിക്കിൻ്റെ ഓപ്പണിംഗ് സീൻ എന്ന് പറയുമ്പോൾ ഒരു നരേറ്റോറിയൽ ഇൻവൊക്കേഷൻ ആണ്, ഒരു വാചകമാണുള്ളത്. ദാറ്റ് ഇസ് കോൾ മീ ഇഷ്മേൽ, എന്നെ ഇഷ്മേൽ എന്ന് വിളിക്കൂ. അങ്ങനെ ഒരു നരേറ്റോറിയൽ ഇൻവൊക്കേഷനിലാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്യണത്. ഇതിലെ നരേറ്റർ എന്ന് പറഞ്ഞാൽ ബൈബിളിക്കൽ കൗണ്ടർ പാർട്ട്, അദ്ദേഹത്തിന് സമാന്തരമായിട്ടുള്ളൊരു ക്യാരക്ടർ ബൈബിളിലുണ്ട്. അതേമാതിരി തന്നെ ഒരു ഔട്ട്കാസ്റ്റ് ആയിരുന്നു. ദാറ്റ് ഇസ് പുറന്തള്ളപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഇഷ്മേൽ എന്ന് പറയുന്ന നരേറ്റർ. ഓക്കെ, സോ ഇത് എന്ന് പറയുമ്പോൾ പെക്വേർഡ് എന്നുള്ളൊരു വെയിലിംഗ് വെസൽ, ദാറ്റ് ഇസ് ഒരു തിമിംഗലത്തിനെ പിടിക്കാൻ പോകുന്ന കപ്പൽ, ആ കപ്പലിൻ്റെ പേരാണ് പെക്വേർഡ്. അതിൻ്റെ അവസാനത്തെ യാത്രയുടെ ഒരു വിവരണമാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ഡസ് ദ ഫിലിം മൊബി ഡിക്ക് ഓപ്പൺ എന്ന് ചോദിച്ചാൽ, ദ ഫിലിം മൊബി ഡിക്ക് ഓപ്പൺസ് വിത്ത് ദ നരേറ്റോറിയൽ ഇൻവൊക്കേഷൻ കോൾ മീ ഇഷ്മേൽ. ദ നരേറ്റർ ലൈക്ക് ഹിസ് ബൈബിളിക്കൽ കൗണ്ടർ പാർട്ട് ഈസ് ആൻ ഔട്ട്കാസ്റ്റ്. Okay, and this tells the final voyage of the whaling vessel പെക്വേർഡ് എന്നുള്ള തിമിംഗലത്തിനെ പിടിക്കാൻ പോകുന്ന കപ്പലിൻ്റെ അവസാന യാത്രയുടെ വിവരണമാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇതിൽ വരുന്ന സെക്ഷൻ എ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സീലിംഗ് 30 മാർക്സ് ആണ് വരിക. 30 മാർക്സ് സീലിംഗ് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. 15 എണ്ണം അറ്റൻഡ് ചെയ്യാണ് നല്ലത്. എന്തെങ്കിലുമൊക്കെ അറിയുന്നത് എഴുതി വയ്ക്കുക എല്ലാ ക്വസ്റ്റ്യനിലും. സെക്ഷൻ ബി ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ ഷോർട്ട് പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് ഇൻ ഫിക്ഷൻ.
ഓക്കെ, ഫിക്ഷനിലുള്ള സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻസ്, നമ്മുടെ ഫീലിങ്സ്, അതൊക്കെ ഒരു അൺബ്രോക്കൺ ആയിട്ടുള്ള ഒരു ചെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ അൺബ്രോക്കൺ ഫ്ലോ ഓഫ് പെർസെപ്ഷൻസ്, മെമ്മറീസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. അതാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് തന്നെ ആവില്ല കുറേ നേരം ചിന്തിക്കുക, പല പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കും. ഇപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ ഒരു തേനീച്ച, ഒരു ബീ വന്നു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ഒരു ഫ്ലവറിൽ പോയിട്ട് നിൽക്കും, പിന്നെ അത് അടുത്ത ഫ്ലവറിലേക്ക് പോകും, ആൻഡ് പിന്നെ അത് വേറെ ഫ്ലവറിലേക്ക് പോകും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതേപോലെ നമ്മുടെ മൈൻഡ് ഒരു കാര്യത്തിൽ നിന്നും വേറൊരു കാര്യത്തിലേക്ക് പോകും, നമ്മുടെ ചിന്ത വേറെ കാര്യത്തിലേക്ക് പോകും, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ളൊരു അൺബ്രോക്കൺ ഫ്ലോ ഓഫ് പെർസെപ്ഷൻസ് അല്ലെങ്കിൽ മെമ്മറീസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് എന്ന് പറയുക. ഓക്കെ, സോ ഇതിനെ ഏറ്റവും കൂടുതൽ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് വിർജീനിയ വൂൾഫ്, പിന്നെ ജെയിംസ് ജോയ്സ്. ഓക്കെ, ഇവരൊക്കെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ നെല്ലീസ് ലെറ്റർ ടു എലൈൻ. നെല്ലി എലൈനെ എഴുതിയ ലെറ്ററിനെ പറ്റിയിട്ട് എഴുതാനാണ്. സോ നെല്ലി ബിഗിൻസ് ദ ലെറ്റർ. നെല്ലി ആ ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടു മൈ ഡോട്ടർ എലൈൻ എന്ന് പറഞ്ഞിട്ടാണ്. അത് എൻഡ് ചെയ്യുന്നത് ഫ്രം യുവർ ലവിങ് മദർ. സോ അതിലൂടെ എന്താണ് ഈ നെല്ലി പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും ഈ എലൈനോ കളഞ്ഞതല്ല, നെല്ലി കളഞ്ഞതല്ല. എലൈൻ ജനിക്കുമ്പോൾ നെല്ലി 17 years ഓൾഡായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു വൈറ്റ് മാനാണ് എലൈൻ്റെ അച്ഛൻ, പക്ഷേ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുമാതിരി തന്നെ ബ്ലാക്ക് മദേഴ്സ് അവരുടെ ബേബീനെ കീപ്പ് ചെയ്യാനും അവർ സമ്മതിക്കില്ല. അങ്ങനെ 20 years ഓൾഡ് നെല്ലി 20 വയസ്സാകുമ്പോൾ എലൈനെ അവളുടെ കയ്യിൽ നിന്ന് അവർ കൊണ്ടുപോയി. പിന്നെ നെല്ലിക്ക് 30 വയസ്സായപ്പോൾ തൊട്ടിട്ട് ഷീ ബിഗാൻ സെർച്ചിങ് ഫോർ എലൈൻ. ഓക്കെ, സോ എലൈൻ എവിടെയാണെന്ന് ഒന്നും അവൾക്ക് അറിയണ്ടായിരുന്നില്ല, കാരണം ഈ എലൈൻ്റെ സർനെയിം അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലേറ്റർ ഇവൾക്കും ഒരു വിവരം കിട്ടി ദാറ്റ് എലൈൻ വാസ് അഡോപ്റ്റഡ് ബൈ എ വൈറ്റ് ഫാമിലി. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഇവളുടെ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഫോട്ടോ എടുത്തിട്ട് നെല്ലി കിസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവൾക്ക് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ലെറ്റർ അവിടെ എത്തുന്ന ടൈം, അവിടെ ആ ഒരു ടൈമിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് അവൾക്ക് അറിയാമെന്ന് നെല്ലി പറയുന്നുണ്ട്. ഓക്കെ, സോ ഇവൾ അയച്ച ലെറ്റേഴ്സൊക്കെ എല്ലാം തിരിച്ചയക്കുകയാണ് ചെയ്തിരുന്നത്, ഒന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ലെറ്റർ കൊണ്ടുവന്ന് തരുന്നത് നിൻ്റെ ആൻറ്റി ആയിട്ടുള്ള ബെസ്സിയാണ്. അവളുടെ അടുത്ത് നീ ഭയങ്കര കൈൻഡായിരിക്കണം, അത് നിൻ്റെ ആൻറ്റിയാണ്. സോ എന്തെങ്കിലും ഒരിക്കലും നീ നിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുന്നു, നമ്മുടെ ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു കരുതുന്നു എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ആ ഒരു ടിന്ന് കൊടുത്തയക്കുന്ന ആ ടിന്നത്തെ കാര്യങ്ങൾ നിനക്ക് ഭയങ്കര വാല്യൂബിൾ ആയിരിക്കും പറയുന്നുണ്ട്. ഇപ്പം ഇത്രയാണ് ഈ നെല്ലി എലൈൻ എഴുതിയ ലെറ്ററിലുള്ളത്. സോ നെല്ലി ബിഗിൻസ് ദ ലെറ്റർ ടു മൈ ഡോട്ടർ എലൈൻ ആൻഡ് എൻഡ്സ് ഇറ്റ് വിത്ത് ഫ്രം യുവർ ലവിങ് മദർ. She wants to tell her daughter that she did not desert her. She was only 17 when Elaine was born. Elaine's father was a white man who had no love for the baby or her. She wanted to protect her so that she will have a better life than her. Elaine was taken away from her when she was 20. The law did not allow black mothers to keep babies like her. When she was 30, she was looking for her, but she had no idea where she had gone. They had changed her surname. Later, she came to know that Elaine was adopted by a white family. Sometimes she took out her baby photo and kissed it. She prayed that she would know she had a mother who loved her. By the time she found her, she had a family of her own. She sent letters trying to reach her. She wanted to see her daughter and grandchildren, but she sent all the letters back to her. She knows that by the time she gets this letter, she will be dead and gone, but she will have the special things in the tin given to her by her auntie Bessie. She hopes one day she will realize who she really is and make friends with her people. She asks her to be kind to the lady bringing the tin as she is her own auntie. ഓക്കെ, അപ്പോൾ അതാണ് നെല്ലിയുടെ ആ ഒരു ലെറ്ററിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ ട്വിസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി കാറ്റ്കസ്. കാറ്റ്കസ് എന്നുള്ള സ്റ്റോറിയുടെ അവസാനത്തിലുള്ള ട്വിസ്റ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡേറ്റിംഗ് ചെയ്യുന്ന ടൈമിൽ ട്രിസ്ഡേലിൻ്റെ അടുത്ത് ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നു എനിക്ക് സ്പാനിഷ് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിസ്ഡേൽ പറയുക സ്പാനിഷ് അറിയാമെന്നാണ് പറയുക. ഓക്കെ, പിന്നെ ഈ ട്രിസ്ഡേയിൽ ഇവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഇവളപ്പോൾ ഡയറക്റ്റായിട്ട് ആൻസർ കൊടുത്തില്ല. അവൾ പിറ്റേ ദിവസം കാറ്റ്കസിൽ സ്പാനിഷിലൊരു കാര്യം എഴുതിയിട്ട് ട്രിസ്ഡേലിന് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ശരിക്കും ട്രിസ്ഡേലിന് സ്പാനിഷ് അറിയാത്തതുകൊണ്ട് തന്നെ ആ മെസ്സേജ് അവൻ ഐഡൻറ്റിഫൈ ചെയ്തില്ല. അങ്ങനെ അവൾ വേറൊരാളെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. പക്ഷേ ലേറ്ററാണ് മനസ്സിലാവുന്നത് അതിൽ സ്പാനിഷിൽ വെൻറ്റോ മർമേന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം കം ആൻഡ് ടേക്ക് മീ എന്നാണെന്ന്.
ഓക്കെ. പക്ഷെ അപ്പോഴും ടൈം കുറേ വൈകിയിരുന്നു. അപ്പോൾ അവൾ വേറെ ആളെ കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ. സോ അതാണ് ഈ ഒരു പ്ലേയുടെ ട്വിസ്റ്റ് അറ്റ് ദ എൻഡ് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ തീം ഓഫ് ഒപ്രഷൻ ഓർ സബ്ജുഗേഷൻ ഇൻ എവലിൻ. എവലിൻ എന്നുള്ളതിലുള്ള ഒപ്രഷൻ, അടിച്ചമർത്തലിൻ്റെ തീമിനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. സോ ഈ എവലിൻ എന്നുള്ള സ്റ്റോറിയിൽ ജെയിംസ് ജോയ്സ് ഈ ഒരു ഒപ്രഷൻ അല്ലെങ്കിൽ സബ്ജുഗേഷൻ എന്നുള്ള തീം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കവിടെ ഈ എവലിൻ്റെ ഫാദറിൽ കാണാൻ പറ്റുന്നത് ഒരു ടിപ്പിക്കൽ പാട്രിയാർക്കൽ സൊസൈറ്റീൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെയാണ്. ഓക്കെ. സോ ഓൾദോ ഈ ഒരു എവലിൻ ഓവർ 19 ആണെങ്കിലും ഈ ഫാദറിൻ്റെ വയലൻസിൽ അവൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഫാദർ വാസ് എ വയലൻറ്റ് മാൻ ഹു ട്രീറ്റഡ് എവലിൻസ് മദർ ക്രൂവലി. ഓക്കെ. സോ എവലിൻ്റെ അമ്മയുടെ ലൈഫ് എന്ന് പറയുന്നത് സഫറിങ് ആൻഡ് സാക്രിഫൈസിൻ്റെ ഒരു ലൈഫാണ് ബിക്കോസ് ഓഫ് ദിസ് ക്രൂവൽ ഫാദർ. ഓക്കെ. സോ ഈ എവലിൻ്റെ അമ്മ ഡെത്ത് ബെഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് എപ്പോഴും റിപ്പീറ്റഡ്ലി പറഞ്ഞ കാര്യമാണ് ഡെറീവ് ഓൺ സെറൗണ്ട് എന്നുള്ളത്. ഡെറീവ് ഓൺ സെറൗണ്ട് എന്ന് പറയുമ്പോൾ ഗേലിക് ഭാഷയത്തെ സംഭവമാണ്. അതിൻ്റെ അർത്ഥം ദ എൻഡ് ഓഫ് പ്ലഷർ ഇസ് പെയിൻ എന്നാണ്. എൻഡ് ഓഫ് പ്ലഷർ ഇസ് പെയിൻ, സന്തോഷത്തിൻ്റെ അവസാനം സങ്കടമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. സോ വെന്നെവർ ഈ ഒരു കാര്യം അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ എവലിൻ എന്താണ്, എവലിന് പേടിയാവും. കാരണം ഇറ്റ് ഈസ് ദ ഫിയർ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ. അതുകൊണ്ടാണ് എവലിൻ ഫ്രാങ്കിൻ്റെ കൂടെ ബ്യൂണസ് എയറേഴ്സിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് പോകാൻ ആ ഒരു ടൈം എത്തിയപ്പോൾ ഈ എവലിന് തോന്നുകയാണ് ഇനി ഫ്രാങ്കും ഇതേമാതിരി ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയാലോ എന്നുള്ളൊരു പേടി ഈ എവലിന് തോന്നുകയാണ്. Okay, so this is the theme of oppression or subjugation in the story Evelyn. Okay, next question, how does Eccles change the course of history? Okay, Eccles എങ്ങനെയാണ് ഹിസ്റ്ററി, ആ ഒരു ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയത് എങ്ങനെയാണെന്ന് ചോദിക്കണേ. എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈനെ ട്രാമ്പിൾ ചെയ്തിട്ട്, ഒരു ബട്ടർഫ്ലൈനെ ചവിട്ടി അരച്ചും കൊണ്ടാണ് എക്കൽസ് കോഴ്സ് ഓഫ് ഹിസ്റ്ററി ചേഞ്ച് ചെയ്യണത്. അതായത് 60,000,2055 years ago ജീവിച്ചിരുന്ന ഒരു ബട്ടർഫ്ലൈനെ ട്രാമ്പിൾ ചെയ്തു. സോ ഈ ഒരു എക്കൽസ് ബോസ്റ്റ് ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ ടൈഗറിനെയും അതുമാതിരി ബഫലോനെയും എലിഫൻറ്റിനൊക്കെ ഹണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ടൈറാനോസോറസ് റെക്സിനെ കണ്ടപ്പോൾ വാട്ട് ഹാപ്പൻഡ്, അവൻ പേടികൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. അവസാനം ട്രാവിസ് അവൻ്റെ അടുത്ത് തിരിച്ച് ടൈം മെഷീൻ തന്നെ ആ പാത്തിലൂടെ പോയിട്ട് ഇരിക്കാൻ പറയും. പക്ഷെ അവൻ്റെ പേടി കാരണം അവൻ എർത്തിൽ ചവിട്ടും. അങ്ങനെ ഈ ഒരു 60,000,2055 years ago ജീവിച്ചിരുന്ന ഒരു ബട്ടർഫ്ലൈനെ അവൻ ട്രാമ്പിൾ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മെയ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കേണ്ടതായിരുന്നു, മൾട്ടിപ്ലൈഡ് ഇൻറ്റു മില്യൺസ് ആവേണ്ടതായിരുന്നു. പക്ഷേ അതിനൊറ്റൊന്നിനെ കൊന്നത് കാരണം എക്കൽസ് കോഴ്സ് ഓഫ് ഹിസ്റ്ററി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മം സ്റ്റോപ്പ് ടോക്കിംഗ് ടു ജാക്ക്? അപ്പോൾ എന്തുകൊണ്ടാണ് ജാക്കിനോടുള്ള സംസാരം അവൻ്റെ അമ്മ നിർത്തിയത്? എന്തുകൊണ്ടാണ്? അതായത് വൺ ഡേ ജാക്ക് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട് കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അമ്മേനെ നോക്കുന്നില്ല. ലേറ്റർ അവൻ പോയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് അവന് ചിങ്ക് ഫേസ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അമ്മയുടെ ആ ടിപ്പിക്കൽ ഫേസാണ് ചിങ്ക് ഫേസ്. അപ്പോൾ അച്ഛന് മനസ്സിലാവും അവന് സ്കൂളിൽ നിന്ന് ആരൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അച്ഛൻ അതൊന്നും ഇതാക്കാതെ പറയും, ഇല്ല എനിക്ക് ചിങ്ക് ഫേസ് അല്ല എന്ന് പറയും. പിന്നെ അമ്മ അവനോട് ചൈനീസിൽ സംസാരിക്കുമ്പോൾ ജാക്ക് പറയും ചൈനീസിൽ സംസാരിക്കേണ്ട, എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി പറയും. ഓക്കെ, പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറയും എനിക്ക് അമേരിക്കൻ ഫുഡ് വേണമെന്ന് പറയും. ഓക്കെ, അതുമാതിരി ഇവൻ്റെ അച്ഛനും അമ്മേനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ അമ്മ പേപ്പർ മെനാഗറി അങ്ങനത്തെ ടോയ്സ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവന് ജീവനുള്ള ശരിക്കുള്ള ടോയ്സ് വേണമെന്ന് പറയും, റിയൽ ടോയ്സ് വേണമെന്ന് പറയും. ഓക്കെ, സോ അങ്ങനെയാണ് അച്ഛനവന് സ്റ്റാർ വാറിൻ്റെ ആക്ഷൻ ഫിഗേഴ്സ് വാങ്ങിക്കൊടുക്കുന്നത്. സോ അപ്പോൾ എപ്പോഴൊക്കെ അമ്മ അവൻ്റെ അടുത്ത് ചൈനീസിൽ സംസാരിച്ചാലും അവൻ ആൻസർ പറയാണ്ടായി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാലോ ആ അമ്മയുടെ ഇംഗ്ലീഷിൻ്റെ സ്ലാങ് അവനെ എംബറാസ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് എന്ത് ചെയ്തു, അമ്മ അവൻ്റെ അടുത്ത് സംസാരിക്കലേ നിർത്തി. അവൻ്റെ അടുത്ത് ഓരോ ആക്ഷൻസ് മൈം ചെയ്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അമ്മ പതുക്കെ ജാക്കിൻ്റെ അടുത്തുള്ള സംസാരം നിർത്തിയത്. കാരണം ജാക്ക് ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞാൽ അമ്മയുടെ ചൈനീസ് അവന് ഇഷ്ടമല്ല, അമ്മ ഇംഗ്ലീഷ് പറയണമെന്നാണ് അവന് പറയുന്നത്. അമ്മ ഇംഗ്ലീഷ് ട്രൈ ചെയ്തപ്പോൾ അതിൻ്റെ സ്ലാങ്ങൊക്കെ അവനെ എംബ്രാസ് ചെയ്യാണ് ചെയ്തത്. സോ പതുക്കെ അമ്മ ജാക്കിൻ്റെ അടുത്തുള്ള സംസാരം സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ വൈ ഡിഡ് മം സ്റ്റോപ്പ് ടോക്കിംഗ് ടു ജാക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ബോക്സർ മീറ്റ് ഹിസ് എൻഡ്? ഓക്കെ, ബോക്സറിൻ്റെ അവസാനം അന്ത്യം എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ബോക്സർ വിൻഡ് മില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹി വർക്ക്ഡ് ആസ് ഹാർഡ് ആസ് ഹീ ക്യാൻ. ഓക്കെ, പക്ഷേ പെട്ടെന്ന് അവൻ കൊലാപ്സ് ചെയ്യും, അവൻ്റെ ലങ് എയിൽമെൻറ്റ് കാരണം കൊലാപ്സ് ചെയ്യും. അങ്ങനെ അവനെ തിരിച്ച് സ്റ്റോളിലേക്കൊക്കെ എല്ലാവരും കൂടി കൊണ്ടുവരും. അങ്ങനെ സ്ക്വീലർ പറയും നെപ്പോളിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വെറ്റിനറിയനെ വിളിക്കാൻ പോയിട്ടുണ്ട് എന്ന് പറയും.
അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നുള്ള വാന് വന്നിട്ട് ബോക്സറിനെ അതിലേക്ക് കയറ്റുകയാണ്. ബട്ട് ആ ടൈമിൽ ബെഞ്ചമിൻ ആ വാനിൻ്റെ സൈഡിലുള്ള കാര്യം വായിക്കും. ആൻഡ് അവന് മനസ്സിലാവും ദറ്റ് ബോക്സറിനെ ഹോസ്പിറ്റലിലേക്കല്ല കൊണ്ടുപോകണത്, ഒരു നാക്കറിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകണമെന്ന്. നാക്കർ എന്ന് പറഞ്ഞാൽ KNACKER. നാക്കർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് ആയിട്ടുള്ള ഹോൾസിനെ കൊന്നിട്ട് അതിൻ്റെ മീറ്റൊക്കെ വിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ക്ലോവർ എന്ത് ചെയ്യും, ക്ലോവർ സ്ക്രീം ചെയ്യും ബോക്സറിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ബോക്സർ വാസ് വെരി വീക്ക്, അവനങ്ങനെ ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. അങ്ങനെ വണ്ടി പോവും. ഓക്കെ, അപ്പോൾ ആനിമൽസിൻ്റെ അടുത്ത് പിന്നെ സ്ക്രീലർ പറയും അത് വെറ്റിനറിയൻ തന്നെയാണ്, അയാൾ നാക്കറിൻ്റെ കയ്യിൽ നിന്നുള്ള ട്രക്ക് വാങ്ങിയതാണ്, അതിൻ്റെ എഴുത്ത് മാറ്റിയിട്ടില്ല അതുവരെ, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് എന്ന് പറയും. ഓക്കെ, പക്ഷേ അതായിരുന്നില്ല സത്യം. ലാസ്റ്റ് അവർക്ക് കിട്ടുന്ന ന്യൂസ് ബോക്സർ മരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബോക്സറിൻ്റെ ഒരു അന്ത്യം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓൺ ദ ബോർഡ് ഓഫ് പെക്വേർഡ്. പെക്വേർഡത്തെ ആളുകളുടെ ഡൈവേഴ്സിറ്റി നമ്മൾ പറഞ്ഞ അവർ റേഷ്യലി ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡിൽ നിന്ന് വരുന്നതാണ്, ഡിഫറെൻറ്റ് ബിലീഫ് റിലീജിയൻ പലതാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ഇഷ്മയിൽ ഉണ്ടായിരുന്നു, ഇഷ്മയിലാണ് നാരേറ്റർ. പിന്നെ ക്രൂവിലുള്ളൊരു ജൂനിയർ മെമ്പർ ഉണ്ട്. പിന്നെ ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ, അഹബാണ് ക്യാപ്റ്റൻ. പിന്നെ ഫസ്റ്റ് മേറ്റ് ആയിട്ടുള്ള സ്റ്റാർബക്ക് ഉണ്ട്. ഓക്കെ, പിന്നെ സ്കിൽഡ് ഹാർപൂണറാണ് ക്യൂക്വെഗ് എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് മേറ്റ് എന്ന് പറയുന്നത് സ്റ്റബ്ബാണ്. ഫസ്റ്റ് മേറ്റ് സ്റ്റാർബക്ക്, സെക്കൻഡ് മേറ്റ് സ്റ്റബ്ബാണ്. പിന്നെ വേറൊരു ഹാർപൂണറാണ്, ഒരു ഗേ ഹെഡ് ഇന്ത്യനാണ്, ദാറ്റ് ഇസ് ടാഷ്ടേഗോ. അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ഡാഗോ പറയുന്നൊരു ഹാർപൂണർ ഉണ്ട്. പിന്നെ ഒരു യങ് ബ്ലാക്ക് ബോയ് ഉണ്ട്, ദാറ്റ് ഈസ് പിപ്പ്. പിന്നെ ഒരു വെൽ ടു ഡു റിട്ടയേർഡ് വെയിൽമാൻ ആണ് പെലഗ് എന്ന് പറയുന്നത്. പിന്നെ അതേമാതിരി വെൽ ടു ഡു ക്വേക്കർ എക്സ് വെയിൽമാൻ ആണ് ബിൽഡാഡ്. പെലഗും ബിൽഡാഡും വെയിൽമാൻസ് ആണ്, റിട്ടയേർഡ് വെയിൽമാൻസ് ആണ്. ഓക്കെ, പിന്നെ ഫാദർ മാപ്പിൾ ഉണ്ട്. ഫാദർ മാപ്പിൾ ഒരു ഫോർമർ വെയിൽമാൻ ആണ്, ഇപ്പോൾ ഒരു പ്രീച്ചറാണ്. ഓക്കെ, പിന്നെ ക്യാപ്റ്റൻ ബൂമർ ഉണ്ട്. ഈ ക്യാപ്റ്റൻ ബൂമറിന് ഇതിന് മുന്നേ മൊബിഡിക്കിൻ്റെ ഒരു ഇതിൽ ആക്സിഡൻറ്റിൽ അവൻ്റെ കൈ നഷ്ടപ്പെട്ടതാണ്, ക്യാപ്റ്റൻ ബൂമർ. പിന്നെ ഗബ്രിയൽ ഉണ്ട്. ഓക്കെ, ഗബ്രിയൽ എന്ന് പറയുന്നത് മൊബിഡിക്ക് ഈ ഒരു ഷേക്കർ ഗോഡിൻ്റെ ഇൻകാർണേഷൻ ആണെന്നൊക്കെ പ്രൊഫസ് ചെയ്യുന്ന ഒരാളാണ് ഗബ്രിയൽ. അപ്പോൾ ഇങ്ങനെ പല ആളുകളുടെയും ഒരു ക്രൂ ആണ് ക്രൂ ഓഫ് പെക്വേർഡ് എന്ന് പറയുന്നത്. ദർ ആർ വെരി മച്ച് ഡിവേഴ്സിറ്റി ഇൻ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഓക്കെ, ഇനിയുള്ളത് പിന്നെ സെക്ഷൻ സിയിൽ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 4 വരുന്നുണ്ട്. അപ്പോൾ അതിൽ 4 നമുക്ക് 2 അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, 10 മാർക്സിൻ്റെ 2. അപ്പോൾ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിലെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ലെങ്കിലും കറക്റ്റ് ആൻസർ അറിയാൻ വേണ്ടി നിൽക്കണ്ട. ഏതാണോ ആ ചാപ്റ്റർ അതിൻ്റെ സമ്മറി ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും നമ്പർ ഇട്ടിട്ട് ആ ചാപ്റ്റർ സമ്മറി എഴുതുക. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്കത് പാസ്സാകാനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹൗ ഡസ് ഹെർ ലവർ ഡെപ്പിക്ട് ദ സ്പിരിച്വൽ ആൻഡ് മോറൽ ഡീക്കേ ഇൻ സോഷ്യൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഹെർ ലവർ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്താണോ അറിയാതെ എഴുതി വയ്ക്കുക. ഓക്കെ, എഴുതുന്നത് കുറച്ച് വൃത്തിയിൽ എഴുതി വെച്ചാൽ മതി. സോ അതുമാതിരി അപ്പോൾ ആ ഒരു ഹെർ ലവർ എന്നുള്ള ചാപ്റ്ററിൽ എന്താണ്, അത് ഫേമസ് റഷ്യൻ റൈറ്റർ മാക്സിം ഗോർക്കിൻ്റെ ഒരു സ്റ്റോറിയാണ്. സോ അത് സോഷ്യൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്സിലെ സ്പിരിച്വൽ ആൻഡ് മോറൽ ഡീക്കേ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലവ് ആൻഡ് അറ്റൻഷൻ കിട്ടുന്നില്ല, ലാക്ക് ഓഫ് ലവ് ആൻഡ് അറ്റൻഷൻ. അപ്പോൾ അവരുടെ ആ ഒരു ലവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ആരും നോക്കുന്നില്ല. ഓക്കെ, സോ അവരും എന്താണ് ഫ്ലഷും ബോണും ബ്ലഡൊക്കെ ഉള്ള ആളുകളാണെന്നുള്ള കാര്യം എല്ലാവരും മറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദേ ഓൾസോ നീഡ് ലവ്, എഫെക്ഷൻ ആൻഡ് അതർ ഹ്യൂമൻ കൺസിഡറേഷൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് തെരേസ എന്നുള്ളൊരു അവരുടെ സ്റ്റോറിയാണ്. ഓക്കെ, സോ ഷീ ഈസ് ടോളിഷ് പവർഫുള്ളി ബിൽറ്റ് ബ്രൂനെറ്റ് വിത്ത് ബ്ലാക്ക് ബുഷി ഐബ്രോസ് ആൻഡ് എ ലാർജ് കോസ് ഫേസ്. സോ എന്താണ്, അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ ഷീ ഈസ് കൺസിഡേർഡ് ആസ് എൻ ഔട്ട്കാസ്റ്റ്. പക്ഷെ ആ ഒരു റഫ് എക്സ്റ്റീരിയർ ലുക്കിൻ്റെ അതൊക്കെ ആണെങ്കിലും ഉള്ളിലെന്താണ്, ഷീ ഈസ് ഹാവിങ് എ തേഴ്സ്റ്റ് ഫോർ ലവ്. ആൻഡ് അത് ആരുടെ അടുത്തുനിന്നും ഈവൺ അവരുടെ നെയ്ബേഴ്സിൻ്റെ അടുത്തുനിന്ന് പോലും തെരേസയ്ക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ തെരേസൻ്റെ നെയ്ബർ ഒരു സ്റ്റുഡൻ്റാണ്. ഓക്കെ, സോ തെരേസൻ്റെ ആ ഒരു സ്റ്റുഡൻറ്റ് കരുതുന്നത് എന്താണ്, ഷീ ഈസ് എ വുമൺ ഓഫ് ക്വസ്റ്റ്യനബിൾ റിപ്യൂട്ട് എന്നാണ് ആ സ്റ്റുഡൻറ്റ് കരുതുന്നത്. ഒരു കുട്ടി എന്നുള്ളതല്ല അവർ പോലും അങ്ങനെയാണ് കരുതുന്നത്. സോ ഹീ ഈസ് ആക്ച്വലി സ്കെയർഡ് ഓഫ് തെരേസ. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് നിൽക്കുക. അവളെ കാണുന്നതൊന്നും അവന് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ വെന്നവർ അവർ ഒരുമിച്ച് വരുന്ന ടൈമിൽ ഇവളവനോട് ചിരിക്കുമ്പോൾ അവൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് നോട്ടീസ് ചെയ്യാതെ പോവുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ എന്താണ്, ലേറ്റർ ബോൾസ് എന്നുള്ള ഇമാജിനറി ആൾക്ക് ലെറ്റർ എഴുതാൻ വേണ്ടി തെരേസ പറയുകയാണ്. പിന്നെ തിരിച്ച് റിപ്ലൈ ലെറ്റർ എഴുതാൻ പറയുമ്പോൾ അവന് മനസ്സിലാവും അതൊരു ഇമാജിനറി ആളാണെന്നുള്ളത്. അപ്പോൾ അവന് ഭയങ്കര ദേഷ്യമായിട്ട് അവളുടെ അടുത്ത് പോകാൻ പറയും. പിന്നീട് ലേറ്റർ അവന് സോറി, അവന് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ട് അവളുടെ അടുത്ത് പോയിട്ട്
കാര്യങ്ങളൊക്കെ സംസാരിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഗോർക്കി എന്താ ചെയ്യുന്നത്, ഔട്ട്കാസ്റ്റുകളുടെ ഒരു ഹാർഡ് ലൈഫാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഫോളൻ ക്ലാസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ദ പബ്ലിക്, അതാണ് ഗോർക്കി ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ല്യൂട്ടനൻറ്റ് ഡിഡിൻ ഫീൽ അറ്റ് ഹോം ആഫ്റ്റർ ഹോം കമ്മിങ് എക്സ്പ്ലെയിൻ ആണ്. ഓക്കെ, വീട്ടിൽ വന്നിട്ടും വീട്ടിൽ വന്നതായിട്ട് ല്യൂട്ടനൻറ്റിന് തോന്നുന്നില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള ലക്ഷറിയും അതുമാതിരി തന്നെ ബാറ്റിൽ സോണിലുണ്ടായിരുന്ന അവൻ്റെ ലൈഫും തമ്മിൽ നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഹോമിൽ ഹീസ് ഹാവിങ് എ കംഫർട്ടബിൾ ലൈഫ്. ഓക്കെ, കാരണം അവൻ്റെ അച്ഛനൊരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആണ്. പക്ഷേ ബാറ്റിലിൻ്റെ ടൈമിൽ അവൻ കണ്ടിരുന്നത് ഡിസ്ട്രക്ഷൻ, ഡെത്ത് ആൻഡ് സഫറിങ് ആണ്. ഓക്കെ, സോ റിലീഫ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവൻ കണ്ടിട്ടുള്ള കാഴ്ച എന്താണ്, 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് ഫുഡിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഫുഡ് കിട്ടുമ്പോൾ അത് 1 മിനിറ്റിൽ അവർ സ്വാലോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെയും ഹംഗ്രി ആയിട്ടിരുന്ന് അടുത്ത മീലിന് വെയിറ്റ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓൾഡ് പീപ്പിൾ ആണെങ്കിൽ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ അവർ കഴിക്കില്ല. ദേ ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ഡെത്ത്. ഓക്കെ, പക്ഷേ തിരിച്ച് ഈ വീട്ടിലെന്താ ചെയ്യുന്നത്, അവൻ്റെ ഫിയാൻസി ഈസ് ടോക്കിംഗ് അബൌട്ട് ഡയറ്റിങ്. ഓക്കെ, ആൻഡ് അതൊക്കെ അവന് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുകയാണ്. 2 എക്സ്ട്രീംസ് അവന് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കഴിക്കാനുള്ളവർക്ക് മാത്രമേ ഡയറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുകയാണ്. പിന്നെ വീട്ടിലെന്താണ്, എല്ലാം പ്ലസൻറ്റ് മൂഡിലാണ്. സിനിമ, മ്യൂസിക്, ഗെയിംസ്, അതൊക്കെ അവന് പുറത്ത് പോവാം, ഗെയിം കളിക്കാം. പക്ഷേ വാർ സോണിൽ എന്താണ്, ഹീസ് ഓൾവേസ് സീയിങ് ഡെത്ത് ആൻഡ് ഡിസ്ട്രക്ഷനാണ് കാണുന്നത്. വാറിൽ അവൻ തന്നെ 10 ആളുകളെ കൊന്നിട്ടുണ്ട്. ഓക്കെ, 10 ആളുകളെ കില്ല് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ഈസ് എ സോൾജിയർ. ഓക്കെ, പിന്നെ സെവറൽ ഹൺഡ്രഡ്സ് മരിച്ചു വീഴണതും അതുമാതിരി തന്നെ വെടിവെച്ചിട്ട് മരിക്കുന്നതും വെടിവെക്കുന്ന കാഴ്ച, ഇതൊക്കെ കണ്ടിട്ട് ഹീസ് ജസ്റ്റ് ഹാവിങ് എ വെരി റഫ് ടൈം. ഓക്കെ, സോ അതുമാതിരി തന്നെ സ്കൂൾ ഗേൾസ് ഈ ഒരു വാറിൻ്റെ ഇത് കാരണം ബ്രോത്തലിലേക്ക് എത്തിപ്പെടുന്ന സീന്, റേപ്സ് ആൻഡ് ടോർച്ചേഴ്സ്, ആൻഡ് ഹിസ് മൈൻഡ് ഈസ് ആക്ച്വലി സ്കാർഡ് വിത്ത് സച്ച് മെമ്മറീസ്. ഓക്കെ, അതുമാതിരി തന്നെ ഒരു പിച്ച് ബ്ലാക്ക് സ്ട്രീമിലേക്ക് 6 കുട്ടികളെ ഒരു ബോട്ടിൽ വിടുന്നത് അവൻ കാണുന്നുണ്ട്. അവരെ ഓർഡർ ചെയ്തിട്ടുള്ളത് ഒരു ബ്രിഡ്ജ് ഡിമോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവർ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അവർക്ക് അറിയുമെന്ന് അവൻ അറിയില്ല. ഓക്കെ, സോ ബ്രിഡ്ജ് ഡിമോളിഷ് ചെയ്ത് കഴിയുമ്പോൾ ദേ വിൽ ബി കിൽഡ് ബിഫോർ ഓർ ആഫ്റ്റർ എന്നുള്ള കാര്യം ഇവൻ അറിയാം. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും വയസ്സുള്ള കുട്ടിക്ക് 19 വയസ്സേ ഉള്ളൂ. സോ അങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഓൾ ദീസ് തോട്ട്സ് ആർ ജസ്റ്റ് വറിയിങ് ഹിം. ഓക്കെ, അവൻ്റെ ഹോമിലുള്ള ലക്ഷറിയും അതേമാതിരി തന്നെ ലൈഫ് അറ്റ് ദറ്റ് ബാറ്റിൽ അല്ലെങ്കിൽ വാർ സോൺ, രണ്ടും എന്താണ്, എക്സ്ട്രീമാണ്, ഭയങ്കര കോൺട്രാസ്റ്റാണ്. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ലിeutenant didn't feel at home even after homecoming. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെപ്പോളിയൻ ആൻഡ് സ്നോബോൾ. നെപ്പോളിയൻ അതുമാതിരി തന്നെ സ്നോബോൾ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, നെപ്പോളിയനും സ്നോബോളും എന്താണ്, ലീഡേഴ്സ് ഓഫ് റെവല്യൂഷനാണ്. ഓക്കെ, നെപ്പോളിയൻ ഒരു പവർ ഹംഗ്രി ആയിട്ടുള്ള ഒരാളാണ്, മീൻസ് പവറിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. ഓക്കെ, അയാൾ നല്ല സ്പീക്കറൊന്നുമല്ല. അപ്പോൾ അവനെ എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് നെപ്പോളിയൻ എന്നുള്ളത്. ഓക്കെ, സോ ഇനീഷ്യലി നെപ്പോളിയൻ എന്ന് പറയുമ്പോൾ ഈ വിൻഡ് മില്ലിൻ്റെ പ്ലാനിനെതിരായിരുന്നു. ഓക്കെ, സ്നോബോളാണ് ആദ്യമായിട്ട് ഈ വിൻഡ് മില്ലിൻ്റെ പ്ലാന് ഇനീഷ്യേറ്റ് ചെയ്തത്. അങ്ങനെ ആ ഒരു ഭയങ്കര സപ്പോർട്ട് അവന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നെപ്പോളിയൻ പിന്നീട് വന്നിട്ട് അത് അവൻ്റെ പ്രൊജക്റ്റാണെന്ന് പറഞ്ഞിട്ട് സ്റ്റോൾ ചെയ്യാതെന്നും കട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോമിലൂടെ ഈ വിൻഡ് മില്ല് റൂയിൻ ചെയ്തപ്പോൾ നെപ്പോളിയൻ എന്താ ചെയ്തത്, അത് സ്നോബോളിൻ്റെ ഒരു പദ്ധതിയായിരുന്നു, സ്നോബോൾ കാരണമാണ് അത് കേട് വന്നതെന്ന് പറയും. എന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടും. സോ ആരാണോ സ്നോബോളിനെ പിടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് റിവാർഡും പ്രഖ്യാപിക്കും. ഓക്കെ, സോ നെപ്പോളിയൻ ഒരു റൂത്ത്ലെസ് റൂളറാണ്. ഓക്കെ, കാരണം അവരുടെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബോക്സർ. ഓക്കെ, ബോക്സറിന് വയ്യാതായപ്പോൾ ഒരു നാക്കറിന് കൊടുക്കുകയാണ് ചെയ്തത് കൊല്ലാൻ വേണ്ടിയിട്ട്. സോ ഹീസ് എ വെരി റൂത്ത്ലെസ് റൂളർ. സ്നോബോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റീസ് ഉണ്ടായിരുന്നു. അതുമാതിരി തന്നെ ഗുഡ് സ്ട്രാറ്റജീസ് ഉള്ള ഒരാളായിരുന്നു സ്നോബോൾ. ആൾ മീൻസ് ദാറ്റ് ആനിമൽ. സോ അത് ഈ ഒരു നെയ്മഡ് ബാറ്റിൽ ഓഫ് കൗഷേഡ്, ആ ഒരു കാര്യത്തിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ സ്ട്രാറ്റജീസ് കൊണ്ടുവന്നത് സ്നോബോളാണ്. ഓക്കെ, സോ ഇൻ ദ എൻഡ് നമുക്ക് കാണാം നെപ്പോളിയൻ ഒരു കംപ്ലീറ്റ് ഡിക്റ്റേറ്ററായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, 7 കമാൻഡ്മെൻറ്റ്സിനെ അവൻ്റെ നീഡ്സിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എന്തൊക്കെയാണ് ചേഞ്ച് എന്നൊക്കെ ഒന്ന് നോക്കുക. സോ നെപ്പോളിയനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത് സ്നോബോൾ തന്നെയാണ്. ഓക്കെ, പിന്നെ അത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഡീറ്റെയിൽ ആക്കാൻ പറ്റും.
സോ ദ തിങ് ആസ് ലോങ് എസ്സേയിൽ നിങ്ങൾ ആ ചാപ്റ്റർ സമ്മറി എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് മോബി ഡിക്ക് ആസ് എ മോറൽ അലഗറിയാണ്. ഓക്കെ, ഒരു മോറൽ അലിഗറിയാണ് മോബി ഡിക്ക് എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യണം. സോ അലിഗറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പോയം അല്ലെങ്കിൽ ഒരു പിക്ചർ. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ടു റിവീൽ എ ഹിഡൻ മീനിങ്. ഓക്കെ, ഒരു ഹിഡൻ മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറി, പിക്ചർ അല്ലെങ്കിൽ ഒരു പോയം, അതാണ് അലഗോറി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ മോബി ഡിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സർട്ടൻലി ഒരു മോറൽ അലഗറിയാണ്. കാരണം എന്താണ്? അതിനൊരു ഹിഡൻ മീനിങ് ഉണ്ട് വിച്ച് ടീച്ചസ് മെനി തിങ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റോറി മോബി ഡിക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഹെർമൻ മെൽവിലിൻ്റെ 1851 റിലീസ് ചെയ്ത നോവലാണ്. So this is telling a story about a whale boat and a captain. And this captain is obsessed with catching the particular white whale. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദിസ് സെർച്ച് ഇസ് നത്തിങ് ബട്ട് മാൻകൈൻഡ്സ് ഒബ്സെഷൻ വിത്ത് ദ സെർച്ച് ഓഫ് മീനിങ് ഓഫ് ലൈഫ്. മീനിങ് ഓഫ് ലൈഫിന് വേണ്ടിയിട്ടുള്ള മാൻകൈൻഡിൻ്റെ സെർച്ചാണ് ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നോവലിൽ വരുന്ന സിംബോളിസം, അതിലൂടെ നമുക്ക് മോറൽ അലഗറി കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ മൊബി ഡിക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ബിക്കം എ സിമ്പിൾ ഫോർ നോളജ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇഷ്മേൽ എന്ന് പറയുന്നത് പ്രോഫറ്റ് എബ്രഹാമിൻ്റെ ബൈബിളത്തെ സണ്ണിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അതേമാതിരി തന്നെ ഒരു ഔട്ട്കാസ്റ്റാണ് ഇതിൽ പറയുന്നത്. ഇഷ്മേൽ എന്ന് പറയുമ്പോൾ ആ ബൈബിളിക്കൽ കൗണ്ടർ പാർട്ടിലും ഒരു ഔട്ട്കാസ്റ്റാണ്, ഇവിടെയും ഒരു ഔട്ട്കാസ്റ്റാണ്. അതുമാതിരി തന്നെ അഹബ് എന്നുള്ള ആൾ. ഓക്കെ, സോ മൊബി ഡിക്ക് ടീച്ചിങ് അസ് നോട്ട് ടു ബി ഒബ്സസ്ഡ് വിത്ത് റിവെഞ്ച്. ഒരു പ്രതികാരത്തിൽ നമ്മൾ ഒബ്സസ്ഡ് ആവരുതെന്നാണ് മൊബി ഡിക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ പ്രതികാരം ചെയ്യണം എന്നുള്ള ഒറ്റ കാര്യത്തിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസാസ്റ്ററെ കൊണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വരുന്ന ഒരു ഹിഡൻ മീനിങ് എന്ന് പറയുന്നത്. സോ ഡിസ്കസ് മൊബി ഡിക്ക് ആസ് എ മോറൽ അലഗറിയും ചോദിച്ചാൽ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഇരുത്തൊരു പാറ്റേൺ ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നാളെ എക്സാം ചെയ്തുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.